കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇരിക്കുന്നത്. അതിന് എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ആദ്യമായി അല്ലാഹു തആലയെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും അത് വരാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുകളിൽ നിന്നും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂര്യനും ചന്ദ്രനും അടക്കമുള്ള കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതമാക്കപ്പെട്ട ലോകത്തിന് സൃഷ്ടിക്ക് പോലും കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ റസൂലിനെ സ്നേഹിക്കാതെയും പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയുക? കാരണം എന്നെയും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടിക്ക് പോലും കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. സഹോദരങ്ങളെ, അവസാന ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് പോലും ഉമ്മത്തി 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 എന്ന് മന്ത്രിച്ച് പറഞ്ഞ റസൂലിനെ അതിലേക്ക് സ്നേഹിക്കാൻ നാം ഓരോരുത്തരുടെയും മാതൃകയാണ്. മത്സരമത്സരയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുമ്പിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദ്യ നബി മുതൽ സർവ്വ നബിമാരുടെയും സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷകനായി എത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണെന്ന് സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു. നബിയോട് സഹാബാക്കൾക്കുണ്ടായിരുന്ന സ്നേഹത്തിനെതിരില്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും രണ്ടാമതും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന് മുമ്പിൽ ശരീരം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്കത് പ്രശ്നമല്ലായിരുന്നു. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് സഹാബാക്കൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു. ഉമർ റളിയല്ലാഹു വികാരഭരിതനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു എഴുന്നേൽക്കാൻ കഴിയാതിരുന്നു പോയി. നിന്നെ കാണാൻ കഴിയില്ലെങ്കിൽ ആ കണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചിലർ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തിൽ കൊണ്ട് നടന്നവരായിരുന്നു സഹാബാക്കൾ. പ്രവാചക സ്നേഹത്തിന്റെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.